എത്രത്തോളം ഉൽപാദനം ഉണ്ട് നമുക്ക്? ദിവസം 120 ലിറ്റർ പാലുണ്ടാവുള്ളൂ. അതായത് പശു വളർത്തൽ ലാഭകരമായിട്ടും തന്നെ നമ്മളെ ചെയ്തു കഴിഞ്ഞാൽ ലാഭം. ഹായ്, ഞാൻ ഇന്ന് നിൽക്കുന്നത് കേരള തമിഴ്നാട് ബോർഡറിലുള്ള സമ്പത് കുമാർ എന്നൊരു ക്ഷീരകർഷകൻ്റെ വീട്ടിലാണ്. ഇവിടെ 12 പശുക്കളെ കറക്കുന്നുണ്ട്. ഇവിടെ ഈ 12 പശുക്കളെ വളർത്തുന്നുണ്ട് വളരെ ലാഭകരമാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഈ 12 പശുക്കളിൽ നിന്ന് കിട്ടുന്ന ഏകദേശം ഒരു 120-130 ലിറ്റർ പാല് പൂർണ്ണമായിട്ട് മിൽമയ്ക്കാണ് കൊടുക്കണേ, എന്നിട്ടും ലാഭകരമാണ്. അതിന് കാരണമുണ്ട്. അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ പശുക്കളെ കുളിപ്പിക്കാറില്ല, കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലുള്ളൊരു പശു വളർത്തൽ എങ്ങനെ വിജയിക്കുന്നു എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അണ്ണ പേരെന്ന് പറഞ്ഞേ? സമ്പത് കുമാർ. ഇതൊരു സ്ഥലം പറയാവോ? ഇത് മുള്ളടിക്കാട് 29 കൊഴിയാമ്പാറ, പാലക്കാട് ഡിസ്ട്രിക്ട്. ഇവിടെ എത്ര പശു ഉണ്ട്? ഇവിടെ 12 ഉണ്ട്. 12 പശുക്കളും അതിന്റെ കുട്ടികളുണ്ട്. എത്ര നാളായിട്ടാണ് നമ്മുടെ ഈ ഒരു തൊഴുത്ത്? ഞാനിപ്പോ 15 കൊല്ലമായി. ഇപ്പോൾ ഉള്ള പശുക്കളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഓക്കെ. ഇത് വന്നിട്ട് ഇപ്പോ 6 മാസമായിട്ടുണ്ട്. അത്ര ആയിട്ടുള്ള? അതെ അതെ. ഇത് വാങ്ങിച്ചതാണ്? ഇത് വാങ്ങിച്ചത്. ഇത് വാങ്ങിച്ചത്. ഇത് വാങ്ങിച്ചതാ? അതെ. ഇത് നാടൻ ജേഴ്സി ക്രോസ് അല്ലേ? അതെ, നാടൻ ജേഴ്സി ക്രോസ് ആണ്. ഇത് HF ക്രോസ് ആണ്. ഓക്കെ. ഇതും HFന്റെ? അതെ, ഇത് HF. ഇതൊക്കെ വന്നിട്ട് 2 കൊല്ലമായി. അത്ര ആയില്ലേ? അതെ. ഇത് ചെനയാണെന്ന് തോന്നുന്നു. ഇത് ചെനയാണ്. പിന്നെ ഇതോ? ഇവള് പ്രസവിച്ചിട്ടുണ്ട്. പ്രസവിച്ചിട്ടുണ്ടല്ലേ? കുട്ടി അതാ അടുത്ത് നിൽക്കണു, അപ്പുറം നിൽപ്പട്ടല്ലേ? HF ആണ്. HFന്റെ കുട്ടി. HFന്റെ കുട്ടിയാണല്ലോ. അടിപൊളി. ഇത് HF ആണ്. ഇതൊരു ജേഴ്സി ആണ്. അതും HF ക്രോസ് അല്ലേ? അതെ. നമുക്കിപ്പോ ഇവിടെ എങ്ങനെ വളർത്തുന്ന രീതി എങ്ങനെയാ? അതായത് എങ്ങനെ തീറ്റൊക്കെ കൊടുക്കും? പറമ്പിൽ തീറ്റ കൊടുക്കും. പിന്നെ തവിട്, ബീർ വേസ്റ്റ്, കിഴങ്ങുമാവ്. ബീർ വേസ്റ്റ് കൊടുക്കുന്നുണ്ട്. കിഴങ്ങുമാവ്. എത്രത്തോളം നമുക്ക് ഉൽപാദനം? അതായത് ഈ 12 കറക്കുന്നുണ്ട് ഇപ്പൊ അല്ലേ? എത്രത്തോളം ഉൽപാദനം ഉണ്ട് നമുക്ക്? ദിവസം 120 ലിറ്റർ പാലുണ്ടാവുള്ളൂ. അതായത് ഒരു 10 ലിറ്റർ ആവറേജ്. 10 ലിറ്റർ ആവറേജ്. ഇതിന്റെ വിൽപ്പനയൊക്കെ എങ്ങനെയാണ്? ഇങ്ങോട്ടൊക്കെ മിൽമയുടെ തന്നെ ഒരു കുഴപ്പമില്ല. എത്ര രൂപ കിട്ടുന്നുണ്ട് നമുക്കിപ്പോ? ദിവസം ഒരു 46-45 ഫാറ്റ് റേറ്റ് ആയിട്ട്. ഫാറ്റിന്റെ ബേസ് 46-45 കിട്ടൂലേ? ലിറ്ററിന്, 1 ലിറ്ററിന്. നമുക്ക് അത്ര ലാഭമാണോ? കുഴപ്പമില്ല. അങ്ങനെ തീറ്റ ചെലവൻ പോകാൻ ഏതോ ആവശ്യത്തിനുള്ളത് കിട്ടും. പിന്നെ ഈ അഴിച്ചു വിടണോണ്ട് നമുക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതെ. പിന്നെ ഇവിടെ ചൂട് എങ്ങനെയുണ്ടെന്നാ? ചൂട് നല്ല ചൂടാ ഇവിടെ. അല്ലേ? അതെ, ഭയങ്കര ചൂട്. ഇത്തവണ മഴ പെയ്തുകൊണ്ട് മഴ പെയ്താലും ചൂട് തന്നെ. ആകെ വേർതിരിക്കാണ്. നമുക്ക് ഇതല്ലാണ്ട് വേറെ എന്താ കൃഷിയുള്ളേ? വേറെ തെങ്ങ് തോട്ടം തന്നെ. തെങ്ങ് മാത്രമേ ഉള്ളൂ. പശു വളർത്തൽ എങ്ങനെയുണ്ടാണ് എന്റെ അഭിപ്രായത്തില്? മനസ്സിലായില്ല. അതായത് പശു വളർത്തൽ ലാഭകരമായിട്ടും തന്നെ നമ്മളെ ചെയ്തു കഴിഞ്ഞാൽ ലാഭകം തന്നെ. ഈ 12 പശുവിന്റെ കാര്യം അണ്ണൻ തന്നെ ചെയ്യണേ? അതെ അതെ, ഞാനും ഭാര്യയും. ഇവിടെ അപ്പൊ ക്ലീൻ ആക്കുന്ന രീതിയൊക്കെ എങ്ങനെ? സാധാരണ രീതിയിൽ ഇങ്ങനെ കൈകൊണ്ട് അല്ലാണ്ട് അപ്പൊ കഴുകലും വൃത്തിയാക്കണമെന്നില്ല? ഒന്നുമില്ല. അത് തോട്ടത്തിൽ വിടുന്നതല്ലേ, അതുകൊണ്ട്. അതായത് പശുക്കൾ അങ്ങനെ പ്രത്യേകിച്ച് കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല? അങ്ങനെയൊന്നുമില്ല. നമ്മ രാവിലെ നേരം വളർത്താൻ തോട്ടത്തിൽ വിടും, വൈകുന്നേരം കൊണ്ടുപോകും, കെട്ടും, പാല് കറക്കും. അടിപൊളി. പിന്നെ തൊഴുത്തിലേക്ക് കെട്ടുകയൊന്നും ചെയ്യണില്ല. അപ്പൊ തീറ്റ എപ്പോഴാണ് കൊടുക്കണേ? തീറ്റ വൈകുന്നേരം. കാലത്ത് കൊടുക്കണം? കാലത്ത് കൊടുക്കില്ല. രാവിലെ വെള്ളം കൊടുക്കും. തീറ്റയൊക്കെ പിന്നെ വൈകുന്നേരം 6 മണിക്ക് 7 മണിക്ക് തന്നെ. ഒറ്റ നേരം അപ്പൊ തീറ്റ കൊടുക്കുള്ളൂ? തീറ്റ പിന്നെ തോട്ടത്തിൽ പുല്ല് മേഞ്ഞോട്ട് വരുമല്ലോ. അപ്പൊ ഒറ്റ സമയം മാത്രം തീറ്റ തിന്നുന്ന പശുക്കളാണ് വരും അല്ലേ? ഇത്തരത്തിലുള്ള പശുക്കൾ അപ്പൊ എവിടെന്നാ വാങ്ങണേ? ഇത് ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങും. തമിഴ്നാട് എന്ന് പറയുമ്പോൾ പൊള്ളാച്ചിന് ധാരാപുരം ഈ സൈഡൊക്കെ പോയി. എത്ര രൂപയുടെയൊക്കെ പശുവിനെ വാങ്ങണേ? ഒരു 70-65. ഇത് 65 രൂപയാണ് ഈ പശു. ഇത് 65. ആൾക്ക് എത്രത്തോളം ലിറ്റർ പാലുണ്ടായിരുന്നു? അത് രാവിലെ ഒരു 8-9 ലിറ്റർ കിട്ടും. വൈകുന്നേരം 2 നേരം കൂടി 15 ലിറ്റർ പാലുണ്ടാവുള്ളൂ. 2 നേരം കൂടി 15 ആകുമ്പോൾ 65 രൂപ. ഇത് എത്രാമത്തെ ആയിരുന്നത്? 4ാമത്തെ ലാക്ടേഷൻ ആണല്ലേ? അതെ. അപ്പൊ ആളുടെ കുട്ടിയൊക്കെ കൊടുത്തു. കുട്ടികളൊക്കെ കാളക്കുട്ടികളൊക്കെ കൊടുക്കും. ഇവിടെ കുട്ടികൾ പെൺകുട്ടി അവളുടെയും കുട്ടികളെ ഇവിടെ വളർത്തിയെടുക്കുന്നുണ്ട്. വളർത്തി പെൺകുട്ടി മാത്രം വളർത്തുള്ളൂ, പെട്ടക്കുട്ടി മാത്രം. ആൺകുട്ടിയൊക്കെ കൊടുക്കും. എന്തായാലും ഒരു തമിഴ്നാട് രീതി. അതെ, തമിഴ്നാട് സെറ്റപ്പ് തന്നെ. കേരള സെറ്റപ്പ് അല്ലേ, തമിഴ്നാട് സെറ്റപ്പ്. തമിഴ്നാട് സെറ്റപ്പിലൊക്കെ തമിഴ് ആൾക്കാരല്ലേ, അതുകൊണ്ട് തമിഴ്നാട് സെറ്റപ്പ്. അല്ല, തമിഴ്നാട് രീതിയിൽ വളർത്തണോ കുറച്ച് ലാഭകരമായിട്ട് തോന്നുന്നത്? അതെ, ആണല്ലേ? അതായത് കാലത്ത് അഴിച്ചു വിട്ടിട്ട് വൈകുന്നേരം വൈകുന്നേരം തീറ്റ 5 കൊടുക്കുക, അത്ര തന്നെ. ഒറ്റ തീറ്റ? അതെ, വൈകുന്നേരം തീറ്റ. അങ്ങനെ കുളിപ്പിക്കലോ അങ്ങനെ കാര്യങ്ങളൊന്നും അതൊന്നും ഇല്ല. ഒരാഴ്ചക്ക് ഒരിക്കോ 10 ദിവസത്തിലേക്ക് ഒരിക്കോ കുളിപ്പിക്കും, അത്ര തന്നെ. അത്രയ്ക്ക് ആവശ്യമുള്ളൂ. ഈ കണ്ണ് തൊഴുത്ത് പണിതിട്ട് ഇപ്പൊ എത്ര ആളുണ്ട്? ഇതൊക്കെ 10-15 കൊല്ലം ഉണ്ടാകും. ഓ, അത്ര ഉണ്ടല്ലേ? ഈ കണ്ണ് ഇരുമ്പാണല്ലോ അല്ലേ? ഇരുമ്പ്. ഇത് തമിഴ്നാട് കോഴിയല്ലേ? തമിഴ്നാട് കോഴി. അവിടെ കോഴിയാണല്ലോ. എന്താ ഇത് ബെല്ലറ്റാണ്.
പെല്ലറ്റ് ശാന്തി അല്ലേ? അതെ, ആൾട്ടിമ പ്ലസിന്റെ ശാന്തി. ഓ അൾട്ടിമ പ്ലസ്. ഇത് ചെറിയ പെല്ലറ്റ്. അതെ. എത്രത്തോളം കിലോ കൊടുക്കും അപ്പോൾ അത്? ഇത് 1 ലിറ്ററിന് 400 ഗ്രാം വെച്ച് കൊടുക്കുന്നുണ്ട്. 1 ലിറ്ററിന് 400 ഗ്രാം. പിന്നെ നമ്മൾ ഒരു ആവറേജ് കണക്ക് തന്നെ ഒരു 3 കപ്പ് ഇട്ടാൽ ഒരു 2.25 കിലോ 2.5 കിലോ അങ്ങനെ കൊടുക്കും. അങ്ങനെ അല്ലേ? അതെ. അതിന്റെ കൂടെ വേറെ എന്താ കൊടുക്കണേ? വേറെ മറ്റേ ബീർ വേസ്റ്റും കിഴങ്ങുമാവും. ബീർ വേസ്റ്റ് കാണാൻ പറ്റുമോ? ഓ, കാണാം. ഇതിൽ ഓരോ കപ്പ്. അതായത് ബീർ വേസ്റ്റ്, ഇത് ബീർ വേസ്റ്റ്, ഇത് കപ്പിൻ്റെ, ഇത് കപ്പിൻ്റെ മാവില്ലേ? കപ്പയുടെ മാവ്. പിന്നെ വേറെന്തുള്ളേ? അത് തന്നെ ബീർ വേസ്റ്റ്, കപ്പ, ബെല്ലറ്റ്, ഇത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എന്തോരം കൊടുക്കും? ഇത് ഒരു 4 കിലോ 3.5 കിലോ ഉണ്ടാവും. രാവിലെ 4 കിലോ, വൈകുന്നേരം 4 കിലോ. പിന്നെ ഈ വൈക്കോലൊക്കെ എങ്ങനെയാ? വൈക്കോല് പുല്ല്, മറ്റേ മസാല പുല്ല് ഇല്ലെങ്കിൽ വൈക്കോൽ കൊടുക്കും. ഇല്ലെങ്കിൽ വേനല് പോരാണ്ട് വന്നാൽ വൈക്കോൽ കൊടുക്കും, അത്ര തന്നെ. പിന്നെ നമ്മൾ എപ്പോഴും മസാല മാത്രം നാപ്പിയർ ഇല്ലേ, സൂപ്പർ നാപ്പിയർ, അത് മാത്രം വൈകുന്നേരം കൊടുക്കുള്ളൂ. ഈ കാണുന്ന വെള്ളം അത് പശുവിന് വേണ്ടിയാണോ? അതെ, ടാങ്ക്. വല്ല ഗവൺമെന്റ് സബ്സിഡി അല്ലോ അങ്ങനെ വല്ലതാണോ? അങ്ങനെയൊന്നും ഇല്ല, ഇത് സ്വന്തം ചെയ്തതാ. സ്വന്തമായിട്ട് ചെയ്താണല്ലേ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ 94 കെട്ടിയത്. പിന്നെ ഇവിടെ വെള്ളത്തിന്റെ ലഭ്യത എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, വെള്ളം അങ്ങനെ കിണറ്റ് വെള്ളം, ബോർ വെള്ളം എല്ലാം. ഫാമിലെ പണി എത്ര മണിക്ക് ആരംഭിക്കുന്നത്? കാലത്ത് ഒരു 4:30 ആരംഭിക്കും. അതിന്റെ പാല് വണ്ടി വരുമ്പോൾ നമുക്ക് എടുക്കാൻ വണ്ടി വരുമ്പോൾ 7-7:15 ഇവിടെ വരുമ്പോ വീട്ടിന്റെ എവിടെയേ വരും, അവിടെ കയറ്റി വിട്ടുങ്ങാണ്ട് ഇരിക്കുക. അടിപൊളി. പിന്നെ രാവിലത്തെ ബില്ല് വൈകുന്നേരം കിട്ടും, വൈകുന്നേരത്തെ ബില്ല് നാളെ രാവിലെ കിട്ടും. അങ്ങനെ അളവ്. അപ്പൊ എന്തെങ്കിലും കറവ കാണാം നമുക്ക്? ശരി, ഓക്കെ, താങ്ക് യു. ഉച്ച കഴിഞ്ഞാൽ എത്രത്തോളം ലിറ്റർ ഉണ്ടാവും? അപ്പൊ ഉച്ചയ്ക്ക് 40 ലിറ്റർ 42 ലിറ്റർ ഉണ്ടാവും അല്ലേ? അപ്പൊ കാലത്ത് അപ്പൊ ഒരു 75-80 അങ്ങനെ ഉണ്ടാവും. 60-65. എന്തായാലും കറക്കുന്ന മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് അകിടൊക്കെ ഒന്ന് കഴുകി അടിപൊളി.